الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. സ്നേഹം ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അഖിലലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് അതിൻ്റെ എല്ലാ ചടങ്ങുകളും സമാധാനത്തോടെ വളരെ നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. അല്ലാഹു അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ വിശ്വാസിനികൾക്കും ഹജ്ജിൻ്റെ മുഴുവൻ മനാസിക്കുകളും അവർ നിർവഹിച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ നിർവഹിച്ച് നാട്ടിലേക്ക് വരുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മെയും അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലാക്കുകയും തഖ്വയോടെ ജീവിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ നമ്മെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുകയും നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിന് മാത്രം എണ്ണി കണക്കാക്കാൻ കഴിയുന്ന നിലയിലുള്ള അനുഗ്രഹങ്ങളായി അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിന് അള്ളാഹുവിലേക്ക് നാം നന്ദിയുള്ളവരായി തീരണം. അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നത് അത് മാത്രമാണ്. അള്ളാഹുവിന് നന്ദിയുള്ളവരായി നാം ജീവിച്ചാൽ അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുറിയാതിരിക്കുകയും അതിൽ വർധനവ് അവൻ നൽകുകയും ചെയ്യാമെന്ന് അവൻ നമ്മോട് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണല്ലോ അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന രേഖകൾ, ആധികാരിക പ്രമാണങ്ങൾ. അതനുസരിച്ചായിരിക്കണം നാം എല്ലാവരും
നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സംവിധാനിക്കേണ്ടത്. നമ്മുടെ ഈ ജീവിതത്തിനും ഈ ഭൂമിക്കും ഒരവസാനമുണ്ടെന്നും അതിനുശേഷം അടുത്ത ഒരു ജീവിതം നമുക്ക് എന്നേക്കുമായി ഉണ്ടെന്നും ആ ജീവിതത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനം നാം ഈ ഭൂമിയിൽ നമുക്ക് അള്ളാഹു നൽകുന്ന വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കണമെന്നും അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാം ഇവിടെ ഒരു കൃഷി ഇറക്കാനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിളവ് നാം കൊയ്തെടുക്കേണ്ടത് നാളെയാണ്. അദ്ദുനിയ, ഈ ഭൂമി, ഇതിലുള്ള ജീവിതങ്ങളെല്ലാം മസ്റഅത്തുൻ ലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് ഈ ഭൂമി. അപ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം നിലയിൽ നാളത്തെ ജീവിതത്തിന് വേണ്ടി വിളവിറക്കാൻ പറ്റുമോ, കൃഷി ചെയ്യാൻ പറ്റുമോ, അതിന് വെള്ളവും വളവും നൽകാൻ പറ്റുമോ, അതിനനുസരിച്ചുള്ള വിളവായിരിക്കും നാളെ നാം കൊയ്തെടുക്കേണ്ട സമയത്ത് നമുക്ക് ലഭിക്കുക. നാളെ നാം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് വിളവെടുക്കേണ്ട സമയത്ത് നാം ഇറക്കിയ കൃഷി വിത്തുകളെല്ലാം വന്നലയും പതിരുമാണെങ്കിൽ, കാമ്പില്ലാത്തതാണെങ്കിൽ തീർച്ചയായും നാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിപ്പോകും. പിന്നീട് ഈ ഭൂമിയിലേക്കൊന്ന് തിരിച്ചു വന്ന് നന്മകൾ മാത്രം ചെയ്ത് കാമ്പുള്ള വിളവ് അവിടെ എടുക്കുന്നതിനുള്ള കൃഷിക്ക് പിന്നീട് ഒരവസരം ഇല്ല എന്ന് വിവിധ സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മെ ഖുർആനിലൂടെ ഉണർത്തുന്നുണ്ട്. മരണശയ്യയിലായ ആളുകൾ റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്ന് അവൻ പറയും. അള്ളാഹുവേ, എനിക്ക് ഒരു അല്പസമയം നീ തരുമോ? ഞാൻ പശ്ചാത്തപിച്ചോളാം, ഞാൻ മടങ്ങിക്കൊള്ളാം, ഞാൻ സുഹൃതവാനായിക്കൊള്ളാം എന്ന് മരണവുമായി ഏറ്റുമുട്ടുന്ന അവസരത്തിൽ ആവശ്യപ്പെടുമെന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം നമുക്ക് വരുന്നതിനു മുമ്പ് ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കാൻ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്, അവൻ എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോവുകയാണ് എന്ന് മനസ്സിൽ ആവശ്യപ്പെടുന്ന നിലയിലുള്ള ജീവിതമായിരിക്കണം ഇവിടെ നാം ജീവിക്കേണ്ടത്. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ കദ്ദിമൂനി, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ അനുഗ്രഹീത ഭവനമായ ഖബർ മുതൽ തുടങ്ങുന്ന ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയെന്ന് അവൻ ആവശ്യപ്പെടുമെന്നും, മോശക്കാരനാണെങ്കിൽ അഖിറൂനി, എന്നെ നിങ്ങൾ കുറച്ച് വൈകി പെട്ടെന്ന് കൊണ്ടുപോകല്ലേ എന്ന് മയ്യത്ത് പറയുമെന്നും ഒക്കെ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് കദ്ദിമൂനി, എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ, എനിക്കവൻ ഒരുക്കി വച്ചിരിക്കുന്ന സുഖലോലുപതയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ നിങ്ങൾ എന്നെ എന്തിനു വീട്ടിൽ വച്ചിരിക്കണം. വേറെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് താമസിപ്പിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മണിക്കൂറുകളോളം വൈകിപ്പിച്ച്, അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ വൈകിപ്പിച്ച് ഫ്രീസറിലൊക്കെ വച്ച് അതിനുശേഷം അടക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിലും കാണില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഖബറടക്കുക. കാരണം അവൻ നല്ലവനാണെങ്കിൽ എന്തിനീ ഭൂമിയിൽ, ഈ നാശത്തിൻ്റെ ഭൂമിയിൽ അവൻ ഇനി നിൽക്കണം. മോശക്കാരനാണെങ്കിൽ എന്തിനീ നാശം നാം ഇനിയും നമ്മുടെ വീട്ടിൽ വച്ചേക്കണം. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ,
നാം ആദ്യം പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയെന്ന ഗണത്തിലാവണം നാം ഉൾപ്പെടേണ്ടത്. അതിന് ഒരേ ഒരു മാർഗമുള്ളൂ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള ജീവിതം. അല്ലാതെ അള്ളാഹു പറഞ്ഞതുപോലെ വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ജഹന്നമിനു വേണ്ടി പടക്കപ്പെട്ട കുറെ വിറകുകൊള്ളികളായി നാം എന്തിനു മാറണം? അള്ളാഹു പറഞ്ഞത് ജഹന്നമിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വിറകുകൊള്ളികൾ ഏതാണ്? മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും സൃഷ്ടിച്ച് അവർക്ക് ചില ഹൃദയങ്ങളുണ്ട്, പക്ഷെ അതുകൊണ്ടൊരു കാര്യവുമില്ല. അവർക്ക് കേൾവിയുണ്ട്, ഉപകാരപ്പെടുന്നില്ല. അവർക്ക് ഇതര അവയവങ്ങളുണ്ട്, അതുകൊണ്ടൊന്നും നന്മ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ കൊള്ളരുതാത്ത ഹൃദയവും നാവും കേൾവിയും കാഴ്ചയുമാണുള്ളത്. അള്ളാഹു പറഞ്ഞത് അവർ മൃഗങ്ങളെ പോലെയാണ്, മൃഗങ്ങളെക്കാൾ മോശമാണ്, പിഴച്ചുപോയവരാണ്. അപ്പൊ അക്കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാനായിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം സംവിധാനിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നാം പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള ജീവിതം ഉണ്ടെങ്കിലാണ് ഈ പഠനവും മനസ്സിലാക്കലും കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. കണക്ക് ചോദ്യത്തിന്റെ ദിവസവും സമയവും അടുത്തു, എന്നിട്ടും അവർ വഹും ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലാണ്. നമ്മോട് നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകം നമ്മുടെ വലത് ഇടത് കൈകളിലേക്ക് അള്ളാഹു നൽകുന്നതിനുള്ള സമയം അടുത്തു എന്ന് അള്ളാഹ് പറഞ്ഞത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യരോട് കണക്ക് ചോദിക്കുന്നതിനുള്ള സമയം അടുത്തിരിക്കുന്നു, എന്നിട്ടും അവർ വഹും ഫീ ഗഫ്ല, അവര് അശ്രദ്ധയിൽ തന്നെ പോവുകയാണ്. മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദഫിൻ, അള്ളാഹുവിൽ നിന്നും പുതിയ പുതിയ ഏത് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും വന്നാൽ അവർ അതിലേക്ക് തിരിയുകയേയില്ല. അവരതിനെല്ലാം വേറെ വേറെ പേരുകൾ നൽകി, അത് കാലത്തിൻ്റെ പ്രതിഭാസമാണ്, അല്ലെങ്കിൽ പുതുതായി ഉരുത്തിരിഞ്ഞു വന്ന ന്യൂനമർദ്ദമാണ്, അല്ലെങ്കിൽ കാലം കുറെ കറങ്ങുമ്പോൾ 20 വർഷവും 30 വർഷവും വരുമ്പോൾ ഇങ്ങനെയൊക്കെ മാറി മാറി വരാറുണ്ട് എന്നിത്യാദി ഭൗതികവാദികളുടെ വാദങ്ങളാണ് വിശ്വാസികളും ഓരോ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോഴും അതിന് നേരെ സംസാരിക്കുന്നതും പുലർത്തുന്നതുമായ സമീപനം. അല്ല, ഒരു മഴ വർഷിക്കുമ്പോഴും കാറ്റടിച്ച് വീശുമ്പോഴും മുഖം വിവർണമായി ഐക്യനിവാസികൾക്കും മുൻ പ്രവാചകന്മാർക്കും വന്ന ഏതെങ്കിലും അത്യാഹിതം നമുക്ക് വരുന്നതാണോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുബാറക്കായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പള്ളിയിലേക്ക് ഓടി വന്ന് നിസ്കാരത്തിലും ദുആയിലും ഏർപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. കാരണം അത് ഓരോ വർഷവും വർഷിക്കുന്ന മഴയും കാറ്റും എന്നല്ലാതെ, അല്ലെങ്കിൽ ഘോരമായ ഇടി ശബ്ദം എന്നല്ലാതെ നാം പ്രത്യേകിച്ച് അതിനൊരു പരിഗണന കൊടുക്കാറില്ല. റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്നതും ശക്തമായി കാറ്റടിച്ചു വീശുന്നതും ശക്തമായി മഴ വർഷിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയായി അതിനെ മനസ്സിലാക്കുകയും ഓടി മസ്ജിദുകളിലേക്ക് വരാൻ അവരോട് ആവശ്യപ്പെടുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാം, പടച്ചോനോട് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത് ക്ഷമ അവലംബിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടുമായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചെറിയ എന്നാൽ അല്പം വലിയ പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്.
അള്ളാഹു നമ്മോടുള്ള കണക്ക് ചോദ്യത്തിന്റെ ദിവസവും വരുന്നുണ്ട്. അത് തൊട്ടടുത്തെത്തി, ഡേറ്റ് എത്തി, ഇനി ഒരു ദിവസം പോലും ഇല്ല എന്നല്ല പറയുന്നത്. നാം ഉദ്ദേശിക്കുന്ന ഒരു ദിവസമല്ല, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു ദിവസം. നമുക്ക് ചുരുങ്ങിയ മണിക്കൂറുകളാണ് ഒരു ദിവസം. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് നമ്മുടെ 1000 ദിവസത്തിന് തുല്യമായ ദിവസമാണ് അവിടെയുള്ള ഒരു ദിവസം. അപ്പൊ ഒരു ദിവസം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയമായി. ഹൃദയം വേറെ ഏതോ ഒരു ലോകത്താണ് അവരുടെ, വേറൊരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ആയാൽ പോരാമെന്നാണ് അള്ളാഹു മുസ്ലിങ്ങളായ മുഅ്മിനുകളായ നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ കൊതിച്ചു പോകും. ഹിജ്റിന്റെ തുടക്കം തന്നെ അള്ളാഹു പറയുന്നു, റുബമ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ സത്യനിഷേധം അവർക്ക് ഫലപ്പെടാത്തത് കൊണ്ട് ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കൊതിച്ചു പോകും. ഏത് മുസ്ലിങ്ങളാ? ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനും ഹദീസുമായി ബന്ധമില്ലാത്ത, പേരിൽ മാത്രം ബന്ധമുള്ള ഇസ്ലാമും മുസ്ലിമുമാണോ? അല്ല. പൂർവസൂരികളായ മനുഷ്യന്മാർ, സ്വഹാബികൾ, താബിഉകൾ, അഇമ്മത്തുകളൊക്കെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഇസ്ലാം. ഞങ്ങളും അക്കൂട്ടത്തിൽ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. ആരാഗ്രഹിക്കുന്നത്? ഇന്ന് മുസ്ലിങ്ങളെ കണ്ടാൽ ആട്ടി ഓടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മേൽ മുഴുവൻ ശത്രുതയും വിദ്വേഷവും പരത്തുന്ന ആ ദുഷ്ടജനങ്ങൾ നാളെ ആഗ്രഹിച്ചു പോകും, ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എൻ്റെ സഹോദരങ്ങളെ, അതിന് പര്യാപ്തരായ മുസ്ലിങ്ങളായി നാം മാറണം. ഇങ്ങനെയുള്ള ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള മുസ്ലിങ്ങളായി മാറണം. ദുനിയാവിൻ്റെ സ്നേഹികളും അതിൻ്റെ പ്രേമികളും സമ്പത്തിനു വേണ്ടി എന്തും വർത്തിക്കുന്നവരും നാം ആയിക്കൂടാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഒരു കാലം വരുന്നുണ്ട്, ഹിമ്മത്തുഹും ബുതൂനുഹും, അന്നുള്ള മനുഷ്യരുടെ ഒരേ ഒരു ശ്രദ്ധ തൻ്റെ വയറ് മാത്രമായിരിക്കും. തൻ്റെ ഉദരത്തിലേക്ക് അതിനെ നിറയ്ക്കുന്നതിൻ്റെ ഒറ്റ ശ്രദ്ധയല്ലാതെ തനിക്കത് അനുവദനീയമാണോ, ഹലാലാണോ, ത്വയ്യിബാണോ എന്നൊന്നും ആരും നോക്കൂലാത്തൊരു കാലം വരും. വശറഫുഹും മതാഉഹും, അവരുടെ മേൽമ, അവരുടെ പ്രൗഢി അവർ പ്രകടിപ്പിക്കുന്നത് ഭൗതിക വസ്തുക്കൾ വാരിക്കൂട്ടുന്നതിലായിരിക്കും. വലിയ ഒരു വീട്, വലിയ ഒരു വാഹനം, കുറേ തോട്ടങ്ങൾ, കുറേ വാടക ബിൽഡിങ്ങുകൾ, ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നതിലായിരിക്കും അവൻ്റെ ലക്ഷ്യം. മറിച്ച് നാളെ അവൻ്റെ ജീവിതത്തിലേക്ക് സമ്പാദിക്കുന്നതിലോ, താനീ വാങ്ങിക്കൂട്ടുന്ന വാഹനം, വീട്, അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ, തോട്ടങ്ങൾ കൃത്യവും അനുവദനീയവുമായ സമ്പത്ത് കൊണ്ടാണോ എന്നൊന്നും അവർ നോക്കുകയില്ല. അവരുടെ ഷറഫ്, അവരുടെ പ്രൗഢി ഭൗതിക വസ്തുക്കൾ ശേഖരിക്കുന്നതിലായിരിക്കും. വഖിബലത്തുഹും നിസാഉഹും, അവരുടെ ലക്ഷ്യം സ്ത്രീകളെ മാത്രമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. വദീനുഹും, അവരുടെ മതം, അവരുടെ ദീൻ, അവരുടെ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദറാഹിമുഹും വദനാനീറുഹും, ദീനാറും ദിർഹമും, സ്വർണവും വെള്ളിയും രൂപയും ഡോളറും മാത്രമായിരിക്കും അവരുടെ ദീൻ. ഇങ്ങനെയുള്ള ഒരു കാലം വരാനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലമല്ല സഹോദരങ്ങളെ,
അവിടെയല്ലേ നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ പറഞ്ഞത് അല്ലാതെ വേറെ ഏത് ലക്ഷ്യമാണ് നമുക്കുള്ളത്? ഞാനീ പറയുന്നത് എന്നെയും നിസ്കരിക്കുന്ന നമ്മിൽ ഓരോരുത്തരെയുമാണ്. അതല്ല മറിച്ചാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ നിസ്കാരവും നമ്മുടെ ഈ ഹജ്ജും നമ്മുടെ ഈ സക്കാത്തും നമ്മുടെ ഈ ബലിയും നമ്മുടെ ഈ നോമ്പും എല്ലാം നമ്മെ പക്വതയുള്ളവരും സംസ്കാരമുള്ളവരും വിനയമുള്ളവരും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരും ആയി തീർത്തേനെ. അങ്ങനെ ആകുന്നില്ലല്ലോ. ഇവിടെ നാം ജീവിക്കുമ്പോൾ നമുക്ക് തോന്നിയ നിലയിലല്ലേ ജീവിക്കുന്നത്. സമ്പത്തിനു വേണ്ടി എന്തും നാം പ്രവർത്തിക്കുന്നു, വയറിനു വേണ്ടി എന്തും നാം ചെയ്യുന്നു. താൻ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പത്ത് നാളെ എനിക്കെതിരിലാകുമോ, അതുകൊണ്ട് നാം ഭക്ഷണം കൊടുക്കുന്ന കുടുംബം നമുക്കെതിരാകുമോ എന്നൊന്നും നാം ചിന്തിക്കാറേയില്ല. ഈ ഒരു നിലപാട് അള്ളാഹുവിന്റെ റസൂലോ കുടുംബമോ വച്ചു പുലർത്തിയിരുന്നോ? ഇല്ല. അവരെ പറ്റി പറയപ്പെടുന്ന ഹദീസുകളിൽ കാണാം, മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലുഹു സലാസൻ തിബാൻ മിൻ ഖുബ്സിൽ ബുർരി ഹത്താ ഫാറഖ ദുനിയ. മരിക്കുന്നതുവരെ അള്ളാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബവും തുടർച്ചയായി 3 ദിവസം വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ ഒരൊറ്റ ദിവസം പോലും മാംസമില്ലാത്ത ഒരു ഭക്ഷണം നമുക്കില്ല. നമുക്കത് ചിന്തിക്കാനേ പറ്റില്ല. വ്യത്യസ്തങ്ങളായ പേരുകളിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ട് നാം ആറാടുകയാണ്. നാം നബിയായി അംഗീകരിക്കുന്ന മാതൃകാ പുരുഷനായി നാം സ്വീകരിച്ചിട്ടുള്ള, നാളെ ഖബറിൽ ചോദിക്കുമ്പോൾ ഏതാണ് ഈ മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾ ഇതെന്റെ പ്രവാചകനാണ് എന്ന് മറുപടി പറയേണ്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെയും ഭക്ഷണത്തിന്റെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും വാരിക്കൂട്ടാൻ എൻ്റെ സഹോദരങ്ങളെ അവരുടെ ജീവിതം പഠിക്കുകയും അവരെ തുടരാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന നമുക്കെങ്ങനെ സാധിക്കും? തുടർച്ചയായി 3 ദിവസം ഗോതമ്പിന്റെ ഭക്ഷണം എന്നാ പറഞ്ഞത്. നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി പത്തിരിയൊക്കെ ഉണ്ടാക്കി വളരെ നൈസാക്കിയിട്ട് പോലും നമുക്ക് രുചി വരാത്തത് കൊണ്ട് വീണ്ടും അതിൽ പാല് ചേർത്ത് മാർദ്ദവമാക്കുകയാണ്. ചില ഹദീസുകളിൽ കാണാം, അരിപ്പ എന്ന ഒന്ന് പോലും പ്രവാചകന്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അത്ര ലാളിത്യത്തോടെ ജീവിച്ച മഹാമനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെയാണ്, ആ വലിയ മനുഷ്യനെയാണ് നമ്മോട് തുടരാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മേഖലയിൽ നാം തുടർന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മേഖലയിൽ? സമ്പൂർണ്ണ പരാജിതരല്ലേ നാം ഈ വിഷയത്തിലെല്ലാം? സമ്പൂർണമായി നാം ഇസ്ലാമിനെ കൈയൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ഒരു വേള പറയാം. പേരിലും കോലത്തിലും നമുക്ക് ഇസ്ലാമുണ്ട്. അതല്ലാതെ വേറെ ഏത് രംഗത്താണ് പൂർണ്ണ ഇസ്ലാം നമുക്കുള്ളത്? ഇതിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരാളെയോ അല്ലെങ്കിൽ കുറച്ചാളുകളെ മാത്രമല്ല ഈ വിഷയത്തിൽ നമുക്ക് എതിർക്കാനുള്ളത്. ഈ പേര് കൊണ്ട് നടക്കുന്ന ബഹുഭൂരിഭാഗവും ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് പരിതാപകരമായ ഒരവസ്ഥ. ബലിയും ബലി പെരുന്നാളും കഴിഞ്ഞു പോകുന്നു, റമദാനും നോമ്പും കഴിഞ്ഞു പോകുന്നു, ഹജ്ജുകൾ കഴിഞ്ഞു പോകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ കണ്ടുവന്നിട്ടുള്ള ചില ചടങ്ങുകൾ എന്നല്ലാതെ അതുകൊണ്ടൊരു പരിവർത്തനം നമുക്ക് ഉണ്ടാകാറേയില്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ
വൽആഖിബത്തു ലിൽമുത്തഖീൻ. ആഖിറം അല്ലാഹു വച്ചിരിക്കുന്നത് ഭൂമിയിൽ നേതൃസ്ഥാനം ആഗ്രഹിക്കാത്തവർക്കും അതിനുവേണ്ടി തമ്മിത്തല്ലാത്തവർക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർക്കുമാണെന്ന് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമ്മിൽ എത്ര പേരുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ വിനയാന്വിതരായി അതിൽ നിന്നും മാറി നിൽക്കുന്നവർ? അപ്പോൾ ഒരാളും ഇതിൽ നിന്നും അന്യരല്ല. അവസരം കിട്ടിയാൽ എല്ലാവരും തിന്മകളിലേക്ക് എടുത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, നേതൃസ്ഥാനം എങ്ങനെയെങ്കിലും ലഭിക്കണം, എന്തെല്ലാം നിലയിൽ വാരിക്കൂട്ടാൻ പറ്റുമോ അതെല്ലാം വാരിക്കൂട്ടണം. ഈ ഒരു നിലപാടല്ലാതെ നമുക്ക് പൂർണ്ണ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നമ്മിൽ ഒരാൾക്കും, എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ളവർക്കും താഴെ തലത്തിലുള്ളവർക്കും കഴിയുന്നില്ല. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുന്നു, മകനെ, ഈ ഭൂമിയിലെ ജീവിതം നീ ഒരു യാത്രക്കാരനെ പോലെ കണ്ടാൽ മതി. യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ നീ ഒരു മരത്തണലിൽ ഇരുന്ന് അല്പം വിശ്രമിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് എഴുന്നേറ്റ് പോകുന്ന അത്രയേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം. ഒരുപാട് സമയമില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും 60 കൊല്ലം 70 കൊല്ലമൊക്കെ ഉണ്ടല്ലോ എന്ന്. ഇല്ല. ഇനി വരാനുള്ള ഒരു ദിവസത്തെ അപേക്ഷിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന അത്ര സമയം പോലുമില്ല. അത്രയും വിശാലമായ ഒരു ജീവിതമാണ്, ഒരു ലോകമാണ് ഇനി നമുക്ക് വരാനുള്ള. യുഗങ്ങളോളം അറ്റമില്ല. അതല്ലേ റസൂല് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആഖിറത്തിലെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം നിങ്ങൾ ആഴമേറിയ കടലിൽ ഒരു സൂചി മുക്കി ഉയർത്തിയ ആ സൂചിയുടെ തുമ്പിൽ നിന്നും വരുന്ന വെള്ളം എത്രയുണ്ടാകും? അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ജീവിക്കാനുള്ള ജീവിതത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം. ആ നിസ്സാരമേറിയ നമ്മുടെ കൈവിരലിലാണെങ്കിൽ കുറച്ച് വലിയ തുള്ളിയെങ്കിലും വരും. ഒരു സൂചി മുക്കിയാൽ എത്ര ചെറിയ തുള്ളിയായിരിക്കും ആ വെള്ളം വരിക. ആ നിസാരമായ ജീവിതത്തിനു വേണ്ടിയാണ് നാം മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, ഖൽബു ശൈഖി ശാബുൻ അലാ ഹുബ്ബി സിനൈനി. പടുകിളവന്റെ ഹൃദയവും 2 കാര്യത്തിൽ യുവത്വമാണ്. പടുകിളവന നരച്ച് നാശമായി, എല്ലുകൾ വളഞ്ഞു, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ നിവർത്തിയില്ലാത്ത അവസ്ഥയായ ഒരു വയസ്സൻ. അവന്റെ ഹൃദയവും യുവത്വത്തിലാണ് 2 കാര്യത്തിൽ. തൂലുൽ ഹയാ വ കസറത്തുൽ മാൽ. ഇനിയും കുറേ നാൾ ജീവിക്കണം, കുറേ പൈസ ഉണ്ടാക്കണം. ഈ 2 കാര്യത്തിൽ അയാൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഏത് ജീവിതത്തിന് വേണ്ടിയാ? ഒരു സൂചിയിൽ കുത്തിയാൽ വരുന്ന വെള്ളത്തിന് അത്രയും ഈ ഭൂമിയിലെ ആസകലമുള്ള ജീവിതം. മനുഷ്യവാസം തുടങ്ങിയത് മുതൽ ഇനി എന്നവസാനിക്കുന്നോ അതുവരെയുമുള്ള സമയം ഇത്രേ ഉള്ളൂ എന്നാണ് ഇനി വരാനുള്ള ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ നഫ്സിനോട് തന്നെ പറയാം, നാം ഇന്ന് നേരം വെളുത്തു, അസറാകുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അസർ നിസ്കരിച്ചു, നഫ്സിനോട് നമുക്ക് പറയാം, നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വേറൊരു ലോകത്തായിരിക്കും നാം. അതുകൊണ്ട് വരുന്ന ഇബാദത്തുകളും വരുന്ന പ്രാർത്ഥനകളും നമ്മുടെ നിസ്കാരങ്ങളുമെല്ലാം ഒരു ചടങ്ങാക്കി തീർക്കാതെ കൃത്യമായി ഒരു ജീവനുള്ളതാക്കി മാറ്റാൻ നാം കഴിവിൻ പരമാവധി ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖല. നമ്മുടെ സാമ്പത്തിക മേഖല കൃത്യമായി നാം സൂക്ഷിക്കണം. വളരെ ഗൗരവവും ഗുരുതരവും ഏറിയതാണ്.
അതിൽ നിന്നാണ് നമ്മെ നശിപ്പിക്കുന്നത് മുഴുവനും. എല്ലാ സമുദായത്തിനും നാശമുണ്ടെന്നും എൻ്റെ സമുദായത്തിൻ്റെ കുഴപ്പം കിടക്കുന്നതാകെ മാൽ സമ്പത്തിലാണെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ, ഇണകൾക്കും മക്കൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കാനുമുള്ള നെട്ടോട്ടത്തിൽ നാം ഒരു കാരണവശാലും അഗാധ ഗർത്തത്തിലേക്ക്, ഹറാമിലേക്ക് വീണു പോകാതെ ശ്രദ്ധിക്കുക എന്നതും, അങ്ങനെ വീണു പോകാതിരിക്കുന്നതിനുള്ള നിസ്കാരവും ബലിയും ഹജ്ജും നോമ്പും ഒക്കെ ആക്കി തീർക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, സർവ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യൻ്റെയും കാല് നിന്ന സ്ഥലത്ത് നിന്ന് പറിച്ചു മാറ്റാൻ അള്ളാഹു സമ്മതിക്കൂല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്ന വഅൻ അമലിഹി ഫീമാ ഫഅല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ വഅൻ ജിസ്മിഹി ഫീമാ ബതല. 3-4 കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാതെ നമുക്കൊരു 2 മിനിറ്റ് നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അപ്പോഴേക്കും കാലിനൊക്കെ അസ്വസ്ഥത വരും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഇരിക്കുന്ന നമ്മളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ ഇരിക്കും. കിടക്കുന്ന ആളുകളാണെങ്കിലും രാത്രി കിടന്നാൽ ഒരു 10,000 പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞു കിടക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് കാലൊന്ന് പറിച്ചു മാറ്റാൻ ഉടമസ്ഥനായ റബ്ബ് സമ്മതിക്കൂല. അള്ളാന്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് നൽകിയ ആയുസ് എന്തിൽ ചെലവഴിച്ചു, നിനക്ക് കിട്ടിയ അറിവ് എങ്ങനെ ഉപയോഗിച്ചു, നിനക്ക് കിട്ടിയ നിന്റെ സമ്പത്ത് എവിടെ നിന്ന് ഉണ്ടാക്കി, എവിടെ അത് ചെലവഴിച്ചു, നിന്റെ ശരീരം അത് എന്തിലായി തുലച്ചു. അപ്പോൾ ഈ 4 കാര്യങ്ങളെപ്പറ്റി അള്ളാഹു വ്യക്തമായി നമ്മിൽ നിന്നും മറുപടി കിട്ടിയേ പറ്റൂ, അല്ലാണ്ട് സമ്മതിക്കൂല റബ്ബ്. ഒരു ഒഴിവ് കഴിവും അവനോട് പറയാൻ പറ്റൂല. പടച്ചോനെ ഇങ്ങനെ പറ്റിപ്പോയി, ഇത്രയും വലിയൊരു ഇടങ്ങേറും ഗതികേടും വരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റൂല. അവൻ അത് ചോദിക്കും, ദൂതന്മാർ നിന്റെ അടുക്കൽ വന്നില്ലേ, പ്രമാണങ്ങൾ നിനക്ക് കിട്ടിയില്ലേ, എന്തുകൊണ്ട് നീ അതിലേക്ക് ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ട് നിന്റെ ജീവിതം അങ്ങനെ നീ കരുപിടിപ്പിച്ചില്ല, നിനക്ക് തോന്നിയതുപോലെ നീ ജീവിച്ചത് എന്തിന് പറയാൻ പറഞ്ഞ് അള്ളാഹു അവിടെ നിർത്തുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളെ,
നാം നമ്മുടെ ഈമാനിന്റെ വിഷയത്തിലൊന്ന് സടകുടഞ്ഞെഴുന്നേറ്റേ പറ്റൂ. എങ്ങനെയെങ്കിലും കുറെ ജീവിച്ചു മരിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. മരിച്ച മുസ്ലിങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ബാധ്യതയുണ്ട്. പൂർണ്ണമായി നന്മയിലേക്ക് തിരിഞ്ഞേ പറ്റൂ എല്ലാ മേഖലകളിലും. നമുക്ക് അള്ളാഹു നൽകിയ ഈ ആരോഗ്യവും ഈ ശരീരവും അത് കൃത്യമായി എന്തിനുപയോഗിച്ചു എന്ന് ചോദിക്കാൻ അവന് ബാധ്യതയുണ്ട്. ഇന്ന നിലയിലൊക്കെ ഉപയോഗിച്ചു എന്ന് പറയാനുള്ള കടമ നമുക്കുമുണ്ട്. പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. പോക്കറ്റിലുള്ള പൈസ അള്ളാഹു നമുക്ക് തന്നതാണ്. അത് എവിടെ നിന്നുണ്ടാക്കി, അത് എങ്ങനെ നശിപ്പിച്ചു, തീർത്തു കളഞ്ഞു, ഇത് അള്ളാഹു ചോദിക്കും. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം, നമ്മുടെ റസൂലും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനെ അള്ളാഹു തകർത്ത് കളയാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയി ബിൽഡിംഗ് പണിയിലേക്കും ഭൂമിയിലേക്കും അവനിട്ട് കളയും. അത് മനസ്സിലാക്കിക്കോ, അവനോട് അള്ളാഹുവിന് ഒരു താല്പര്യവുമില്ല എന്നാണ്. തനിക്ക് താമസിക്കാൻ പറ്റുന്നതിലുപരിയായിക്കൊണ്ടുള്ള ഏത് ബിൽഡിങ്ങിനെ പറ്റിയും അള്ളാഹു നമ്മോട് ചോദിക്കും. തനിക്ക് ആവശ്യമുള്ള ഒരു ഭവനം എന്നല്ലാതെ പ്രൗഢിക്ക് വേണ്ടിയും പ്രതാപത്തിനു വേണ്ടിയും പ്രശംസയ്ക്ക് വേണ്ടിയും ആര് എന്ത് ചെയ്യുന്നോ അതെല്ലാം കൃത്യമായി റബ്ബ് നാളെ ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ പറ്റി ഉള്ള ഹദീസുകളിൽ കാണാം, സ്വഹാബികൾ എഴുന്നേറ്റ് നിന്നാൽ മുകളിലുള്ള തട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരി, നാം ഇന്ന് കാണുന്നത് പോലെയുള്ള ഓടോ അല്ലെങ്കിൽ ആസ്പെറ്റോസോ അല്ലെങ്കിൽ വാർക്കയോ ഒന്നുമില്ല. അത് തലയിൽ മുട്ടുമായിരുന്നു. സ്വയം ഉപയോഗിക്കാനുള്ള ഒരടുപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു സഹാബിക്കും പ്രവാചകനും കൂടി പുറത്ത് ഒരടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. 10 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമായിരുന്നു ഈ ലോകത്തിന്റെ നേതാവ് കിടന്നിരുന്ന വീട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, പ്രവാചകരെ, കിസ്റയ്ക്കും കൈസറിനും എത്ര സന്തോഷ സുഖത്തിലുമാണ് അവർ ജീവിക്കുന്നതും അവർ കിടക്കുന്നതും. തങ്ങൾ കിടന്നെഴുന്നേറ്റപ്പോൾ ഓലയുടെ അളിയുടെ പാട്, ഈർക്കിളിയുടെ പാട് തങ്ങളുടെ ശരീരത്ത് കാണുന്നല്ലോ. സ്വഹാബികൾ ആവശ്യപ്പെട്ടു, മസ്ജിദുൻ നബവിയും വീടുമൊക്കെ നിർമ്മിക്കുമ്പോൾ പ്രവാചകർ, ഞങ്ങൾ സമ്പത്ത് ഒരുമിച്ച് കൂട്ടി തങ്ങൾക്ക് കിടക്കാനുള്ള മാന്യമായ ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി തരാം. വേണ്ട, അരീശുൻ അരീശി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസയ്ക്കുണ്ടായിരുന്ന ഒരു ടെന്റ് പോലത്തെ ഒരു ടെന്റ് മതി എനിക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറെ, ഇപ്പോഴും നീ ജഹാലത്തിലാണോ? അവർക്കിവിടെ അള്ളാഹു കൊടുക്കുന്നു, നമുക്ക് അള്ളാഹു അവിടെ നൽകുന്നു. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ സഹോദരങ്ങളെ? ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമാണെന്ന ഒരു പറയുന്നില്ലെങ്കിലും പ്രവൃത്തിപഥത്തിലൂടെ നാം അത് കാണിക്കുന്നുണ്ടല്ലോ. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നന്മയുടെ പക്ഷത്തേക്ക് തിരിയാനും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള കടുകട്ടിയുള്ള ഈമാൻ, തഖ്വ അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ISMന്റെ ഒരു ധനശേഖരണാർത്ഥം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറേ ബാധ്യതകൾ അവർക്കുണ്ട്, അത് തീർക്കണം. പുതിയ നന്മയുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് ഏർപ്പെടണം. അതുകൊണ്ട് നല്ലൊരു കളക്ഷൻ അവർക്ക് നൽകണമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം